ആഴമേറിയ ഗുഹകൾ, മുന്നോട്ട് പോകുന്തോറും ഇരുട്ടിന്റെ ആഴങ്ങളിലേക്ക് നീളുന്ന കൈവഴികൾ. ഇവിടെ അകപ്പെട്ടു പോയാൽ പിന്നെ ഒരു തിരിച്ചുവരവില്ല. രക്ഷപ്പെട്ടത് ഒരേ ഒരു മലയാളി മാത്രം. കൊടൈക്കനാലിലെ ഗുണ കേവ്സ് എന്ന ചെകുത്താന്റെ അടുക്കളയെക്കുറിച്ചാണ് 123 ഫാക്ട്സിന്റെ ഈ എപ്പിസോഡിൽ പറയുന്നത്. സഞ്ചാരികളുടെ പറുദീസയായ കൊടൈക്കനാലിലെ ഗുണ കേവ്സ് വീണ്ടും വാർത്തകളിൽ നിറയുന്നത് മഞ്ഞുമൽ ബോയ്സ് എന്ന മലയാള ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയതോടെയാണ്. കേരളത്തിൽ നിന്നും കൊടൈക്കനാലിൽ ഉല്ലാസയാത്രയ്ക്കെത്തുന്ന ഒരു കൂട്ടം യുവാക്കൾ ഗുണ കേവ്സ് കാണാനെത്തുന്നതും കൂട്ടത്തിലൊരാൾ അബദ്ധത്തിൽ ഗുഹയിൽ വീഴുന്നതും പിന്നീടുള്ള സംഭവങ്ങളുമാണ് തിയേറ്ററുകളിൽ തകർത്തോടുന്ന മഞ്ഞുമൽ ബോയ്സിന്റെ ഇതിവൃത്തം. എന്നാൽ സിനിമയേക്കാൾ ത്രില്ലടിപ്പിക്കുന്ന ചരിത്രമാണ് കൊടൈക്കനാലിലെ ഗുണ കേവ്സിനും പറയാനുള്ളത്. ശരിക്കും യഥാർത്ഥത്തിൽ എന്താണ് ഗുണ കേവ്സ്? ഡെവിൾസ് കിച്ചൺ അഥവാ ചെകുത്താന്റെ അടുക്കള എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. എന്നാൽ 1991 കമൽഹാസൻ നായകനായി പുറത്തിറങ്ങിയ ഗുണ എന്ന സിനിമയിലെ കൺമണി അൻപോട് കാതലൻ എന്ന പാട്ട് കേട്ടിട്ടില്ലേ? ഈ പാട്ടും സിനിമയിലെ പ്രധാന രംഗങ്ങളും ഉൾപ്പെട്ട ചിത്രം സൂപ്പർ ഹിറ്റായതിനു ശേഷമാണ് ചെകുത്താന്റെ അടുക്കള പിന്നീട് ഗുണ ഗുഹയായി മാറിയത്. പുരാണവുമായി ബന്ധപ്പെട്ടും ഈ ഗുഹ പ്രസിദ്ധമാണ്. അജ്ഞാതവാസകാലത്ത് പാണ്ഡവർ ഇവിടെ എത്തിയിരുന്നുവെന്നതും വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ പേര് സൂപ്പർ ഹിറ്റ് സിനിമയുടേതാണെങ്കിലും ഡെവിൾസ് കിച്ചൺ എന്ന പേരാണ് ഇതിന് കൂടുതൽ യോജിക്കുക. കാരണം അതിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 2230 മീറ്റർ ഉയരത്തിലാണ് ഈ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. കോടമഞ്ഞും തണുപ്പും നിറഞ്ഞ ഇവിടത്തെ കാലാവസ്ഥ ഏതൊരു സഞ്ചാരിക്കും ഒരിക്കലും മറക്കാനാകാത്ത ഒരു അനുഭവമാണ് സമ്മാനിക്കുക. എങ്കിലും ഗുഹയുടെ കാഴ്ചകൾക്കൊപ്പം ഇതിൻ്റെ ഭീതിതമായ ചരിത്രവും അവിടെ എത്തുമ്പോൾ നമ്മുടെ നട്ടെല്ല് മരവിപ്പിക്കുമെന്നതിൽ സംശയമില്ല. സ്ഥലത്ത് കിലോമീറ്ററുകളോളം വിശാലമായി പരന്നു കിടക്കുന്ന പൈൻ മരക്കാടുകളാണ്. ഗുഹയുടെ ഒരു ഭാഗം സ്ഥലത്തെ പ്രധാന സൂയിസൈഡ് പോയിന്റുകളിലൊന്നും. അവിടെയാണ് ചെകുത്താന്റെ അടുക്കളയായ ഇടുങ്ങിയ ആഴമേറിയ ഗുണാഗുഹ. പ്രദേശത്ത് മരത്തിന്റെ വേരുകൾ പടർന്നു നിൽക്കുന്ന കാഴ്ച ആകർഷണീയമാണ്. ഭീമാകാരമായ 3 പാറകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നിലവറ പോലെയാണ് ആദ്യ കാഴ്ചയിൽ ഗുഹയെക്കുറിച്ച് പറയാനാവുക. സ്തംഭാകൃതിയിൽ നിൽക്കുന്ന ഇരുപാറകൾ നിറഞ്ഞതാണ് പ്രവേശന കവാടം. എന്നാൽ മുന്നോട്ടു പോകുന്തോറും അജ്ഞതയുടെയും ഇരുട്ടിൻ്റെയും പല തട്ടുകളായി വീണ്ടും ആഴങ്ങളിലേക്ക് നീളുന്ന കൈവഴികളോടെ ചെകുത്താൻ തൻ്റെ അടുക്കളയിലേക്ക് നമ്മെ ഒരുപക്ഷെ മാടി വിളിച്ചേക്കാം. ആ ഇരുട്ടിലൂടെ നടക്കുമ്പോൾ വവ്വാലുകൾ ശബ്ദമുണ്ടാക്കി വഴിമുടക്കി നമ്മെ പേടിപ്പിക്കും. ധൈര്യമുള്ളവർ അജ്ഞതയിൽ ആ ഇരുട്ടിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും. എന്നാൽ ഇരുൾ നിറഞ്ഞ ഗുഹയ്ക്കുള്ളിൽ എത്ര അറകളുണ്ടെന്ന് കൃത്യമായി കണക്കില്ല. ഏതെങ്കിലും അറയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഓക്സിജന്റെ തോത് കുറഞ്ഞു വരുന്നതിനാൽ ശ്വസിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കാലൊന്ന് തെന്നിയാൽ നേരെ നിലയില്ലാ ഇരുട്ടിന്റെ ആഴങ്ങളിലേക്ക് വഴുതിയൊരു വീഴ്ചയാണ്. അങ്ങനെ ഗുഹയ്ക്കുള്ളിൽ അകപ്പെട്ടു പോയാൽ പിന്നെ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കരുത്. ചെകുത്താന്റെ അടുക്കളയിലെ ആ ഇരുണ്ട ആഴങ്ങളിൽ മണ്ണിനോടൊപ്പമായിരിക്കും പിന്നെ അവർ ലയിച്ചു ചേരുക. ഗുഹയ്ക്കുള്ളിൽ വെച്ച് കാണാതായ 16 പേരെക്കുറിച്ച് ഇന്നും യാതൊരു വിവരവുമില്ല. ഈ ആഴങ്ങളിൽ അകപ്പെട്ട് ജീവനോടെ തിരിച്ചു വന്നവർ ഒരു മലയാളി മാത്രമാണ് എന്നതാണ് ആകെ ഒരു ആശ്വാസം. 1891 കൊടൈക്കനാൽ സന്ദർശിക്കാനെത്തിയ ഇംഗ്ലീഷ് ഓഫീസറായിരുന്ന BS വാർഡാണ് ആദ്യമായി ഈ അതിപുരാതന ഗുഹ കണ്ടെത്തിയത്. അന്ന് സായിപ്പ് ഈ പ്രദേശത്തുകൂടി നടക്കുമ്പോൾ കാട് മൂടിക്കിടന്ന സ്ഥലത്തു നിന്നും പല രീതിയിലുള്ള ശബ്ദം കേട്ടതിനെ തുടർന്ന് അതിൻ്റെ ഉറവിടം അന്വേഷിച്ച അദ്ദേഹവും സംഘവും കാട് വെട്ടിത്തെളിച്ചപ്പോഴാണ് ഈ ഗുഹ ദൃശ്യമായത്. ഇരുട്ടുമൂടിയ ഒരാൾക്ക് മാത്രം കഷ്ടിച്ച് മുന്നോട്ടു പോകാനാകുന്ന ഇടുങ്ങിയ ഗുഹയിലേക്ക് സായിപ്പും സംഘവും ഇറങ്ങിച്ചെന്നു. ഇരുട്ടിൽ വീണ്ടും നടക്കും തോറും ഓക്സിജന്റെ അളവ് കുറഞ്ഞു വരുന്നതായി തിരിച്ചറിഞ്ഞ അദ്ദേഹം 600 അടി താഴ്ച വരെ എത്തിയ ശേഷം ശ്വാസതടസ്സം കാരണം അതിനപ്പുറം അവർക്ക് പോകാനായില്ല. ഗുഹയിൽ നിന്നും തിരിച്ചു വന്നതിന് ശേഷമാണ് ഡെവിൾസ് കിച്ചൺ അഥവാ ചെകുത്താന്റെ അടുക്കള എന്ന പേര് വന്നത്. എന്നാൽ കമൽഹാസന്റെ ഗുണ സിനിമ സൂപ്പർ ഹിറ്റായതോടെ ഗുഹയും സൂപ്പർ ഹിറ്റായി. സഞ്ചാരികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചതോടെ അധികൃതരുടെ നിർദ്ദേശങ്ങൾ ലംഘിച്ച പലരും ഗുഹയുടെ ഉൾവശങ്ങളിലേക്ക് ചെന്നിറങ്ങി. അവരിൽ പലരും അപകടത്തിൽപ്പെട്ടു. ചിലർ മടങ്ങി വന്നില്ല. കമിതാക്കൾ അതൊരു ആത്മഹത്യാ മുനമ്പാക്കിയെടുത്തു. അപകടങ്ങൾ തുടർക്കഥയായതോടെ തമിഴ്നാട് സർക്കാർ ഗുഹ അടച്ചിട്ടു. അങ്ങനെ 10 വർഷത്തോളം ഗുഹ സഞ്ചാരികൾക്ക് മുന്നിൽ അടഞ്ഞുകിടന്നു. എന്നാൽ ഗുണ കേവ്സ് തുറക്കണമെന്ന് സഞ്ചാരികൾ നിരന്തരമായി ആവശ്യപ്പെട്ടതോടെ നിരവധി കടുത്ത നിയന്ത്രണങ്ങളോടെ ഗുഹയ്ക്കുള്ളിലെ ആഴമേറിയ ഭാഗങ്ങളിലേക്കുള്ള പ്രവേശന കവാടത്തിൽ കമ്പിവേലി കെട്ടി സുരക്ഷിതമാക്കി സഞ്ചാരികൾക്ക് സന്ദർശനം അനുവദിക്കുകയായിരുന്നു. 2006 ഒരു മലയാളി യുവാവ് ഗുഹയിൽ അകപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ മനോധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ് അയാൾ ഗുഹയുടെ ആ ആഴങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു വന്നത്.